ഇതുവരെ മാർക്കറ്റിൽ യു വി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളത് ക്രീമുകളും ലോഷൻസുകളും മാത്രമാണ്. എന്നാൽ ഇപ്പോൾ അസ്റ്റാസാന്തിൻ വന്നതോടുകൂടി ഒരു സപ്ലിമെൻറ്റ്സും കൂടി അവൈലബിൾ ആണ്. ഹായ് എവരി വൺ, വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇറ്റ്സ് മീ ഷമീറുദ്ദീൻ, അൽസൈത്തൂൻ ഫാർമസി, കൽബ, ഫുജേറ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അൾട്ടിമേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റിനെ കുറിച്ചാണ്. ആൻറ്റി ഓക്സിഡൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു ലിസ്റ്റ് ഓഫ് ആൻറ്റി ഓക്സിഡൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അൾട്ടിമേറ്റ് പവറുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അസ്റ്റാസാന്തിൻ. ഒരു പക്ഷേ നിങ്ങളാരും കേട്ട് കാണുക പോലും ചെയ്തിട്ടുണ്ടാവില്ല ഈ അസ്റ്റാസാന്തിനെ കുറിച്ച്. 1999 FDA യുണൈറ്റഡ് സ്റ്റേറ്റ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അപ്രൂവൽ നൽകിയ ഒരു സപ്ലിമെൻ്റാണ് അസ്റ്റാസാന്തിൻ. അൾട്ടിമേറ്റ് പവറുള്ള പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ് അസ്റ്റാസാന്തിൻ. അത് റെഡിഷ് കളറിലാണ് അത് കാണപ്പെടുന്നത്. അസ്റ്റാസാന്തിൻ ചില പായലുകളിൽ നിന്നാണ് കിട്ടുന്നത്. ഈ പായലുകൾ ഭക്ഷിക്കുന്ന സാൽമൺ ഫിഷുകൾ, ഷ്രിംപ്സ്, ക്രാബ്സ്, ലോബ്സ്റ്റേഴ്സ് എന്നിവയെ കഴിക്കുന്നത് മൂലം നമുക്കും അസ്റ്റാസാന്തിൻ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നു. ഈ സാൽമൺ ഫിഷുകൾക്കും ക്രാബ്സുകൾക്കൊക്കെ ഒരു ചുവപ്പ് നിറം നൽകുന്നുണ്ടല്ലോ, അത് ഈ അസ്റ്റാസാന്തിനാണ്. അസ്റ്റാസാന്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകളുണ്ട്. അത് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, കാർഡിയോ വാസ്കുലർ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു. നമ്മുടെ ഭക്ഷണത്തിൽ അസ്റ്റാസാന്തിൻ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ സപ്ലിമെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഡെയിലി ഒരാൾക്ക് 4 mg മുതൽ 18 mg വരെ അസ്റ്റാസാന്തിൻ കഴിക്കാം. അസ്റ്റാസാന്തിൻ കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാർ, ബ്ലീഡിംഗ് ഡിസോർഡർ ഉള്ള ആൾക്കാർ അസ്റ്റാസാന്തിൻ കഴിക്കാൻ പാടില്ല. അതേപോലെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക്, ലോ ബ്ലഡ് കാൽസ്യം ലെവലുള്ളവരും കഴിക്കാൻ പാടില്ല. അലർജി, ആസ്മ എന്നീ പ്രശ്നങ്ങളുള്ളവരും അസ്റ്റാസാന്തിൻ കഴിക്കാൻ പാടില്ല. അസ്റ്റാസാന്തിൻ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊട്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് എന്നൊക്കെ പറയാം. വിറ്റാമിൻ സിയേക്കാളും വിറ്റാമിൻ ഇയേക്കാളും 65% മടങ്ങ് പവർഫുള്ളാണ് അസ്റ്റാസാന്തിൻ. ഇതൊരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആയത് കാരണം തന്നെ ഫ്രീ റാഡിക്കൽസിൽ നിന്നും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും നമ്മുടെ ടിഷ്യൂവിനെ, നമ്മുടെ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കൊളോജൻ്റെ ബ്രേക്ക് ഡൗണിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയും കൂടെ ഇതിനുണ്ട്. അസ്റ്റാസാന്തിൻ UV ലൈറ്റ് കൊണ്ടുണ്ടാകുന്ന ഡാമേജിൽ നിന്നും ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഓവറോൾ ബോഡിയിലെ ചുളിവുകൾ, ഡാർക്ക് സ്പോട്ടുകൾ, ഹൈപ്പർ ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ എന്നിവയിൽ നിന്നെല്ലാം അസ്റ്റാസാന്തിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. വേറൊരു പ്രത്യേകത, സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് നിലനിർത്തും. അത് തന്മൂലം നമ്മുടെ സ്കിന്ന് കാണാൻ വളരെ പ്ലമ്മി ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. അസ്റ്റാസാന്തിൻ കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതേപോലെ നമ്മളെ ഹെയർ ഗ്രോത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതുവരെ മാർക്കറ്റിൽ UV പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളത് ക്രീമുകളും ലോഷൻസുകളും മാത്രമാണ്. എന്നാൽ ഇപ്പോൾ അസ്റ്റാസാന്തിൻ വന്നതോടുകൂടി ഒരു സപ്ലിമെൻറ്റ്സും കൂടി അവൈലബിൾ ആണ്. UV പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഒരു സപ്ലിമെൻ്റാണ് അസ്റ്റാസാന്തിൻ. തീർച്ചയായും അസ്റ്റാസാന്തിൻ അടങ്ങിയ സാൽമൺ ഫിഷുകൾ, ക്രാബ്സ്, ലോബ്സ്റ്റേഴ്സ്, ഷ്രിംപ്സ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വിഷയവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്.